ഹലോ ഗായ്സ്, അപ്പം എനിക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്, കത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിന് മുമ്പ് ഈ കത്ത് വന്ന വഴി നമുക്കൊന്ന് കാണാം. ബാജു. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിലാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഞാൻ നടക്കുകയാണ്. ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഞാൻ തൊപ്പിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് പണ്ടത്തെ പോസ്റ്റ് പെട്ടി. അമ്മ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ തൊപ്പിയൊക്കെ ഒരു ഹെയർ ബാൻഡ് വെച്ചത്. പക്ഷെ ഫോട്ടോ അല്ലായിരുന്നു ഫ്രണ്ട്സ്, ചമ്മിപ്പോയി. അപ്പോൾ അതാ ഞാൻ കത്തെഴുതി സ്റ്റാറും ലവും ഒക്കെ വെച്ച് ഒട്ടിച്ച് ഞാൻ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് സ്കെച്ച് പെൻ ഇരിക്കണം വേണ്ട ഫ്രണ്ട്സ്, അത് ഞാൻ കുറച്ച് കളറൊക്കെ അടിക്കാൻ വെച്ചതാണ്. അപ്പോൾ ഞാൻ കത്തെഴുതി കഴിഞ്ഞു, സ്റ്റിക്കർ ഒട്ടിച്ചു. ഇപ്പോൾ ഞാൻ അഡ്രസ്സ് എഴുതുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്റ്റാമ്പ് കിട്ടി, 5 രൂപയുടെ സ്റ്റാമ്പാണ് ഞാൻ ഒട്ടിച്ചു. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ പശ തന്നുകൊണ്ട് ഞാൻ ഒരുപാട് പശ തേച്ചു ഫ്രണ്ട്സ്. നമ്മളിതാ പോസ്റ്റിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് ഒട്ടിക്കൂ. ഇനി ബാക്കിൽ ഞാൻ പശ തേക്കുകയാണ്. ഒരുപാട് ഞാൻ പശ തേച്ചു. ഇപ്പോൾ ഞാൻ ഫില്ല് ചെയ്ത് ഫ്രണ്ട്സ്. അയ്യോ എൻ്റെ കത്ത്, ഈശ്വരന്മാരെ കാത്തോണമേ. ഇതാ ഫ്രണ്ട്സ്, അയ്യോ എൻ്റെ കത്ത് ഒരു ഭീകരന്തമായി പോണേ. അയ്യോ രക്ഷിക്കണേ, എൻ്റെ കത്ത് തിരിച്ചു കിട്ടുമോ ആവോ. നമുക്കിപ്പോൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കത്തും കാത്തിരുന്ന് എന്നെ പോസ്റ്റ്മാൻ പറ്റിച്ചു ഗൈസ്. അമ്മാവനൊരു എഴുത്തുകാരനായതുകൊണ്ട് അമ്മാവൻ്റെ കയ്യിൽ കുറേ കത്തുകളുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പോസ്റ്റ്മാൻ എൻ്റെ കത്തും കൊടുത്തു വിട്ടു. എൻ്റെ ആദ്യത്തെ കത്തായതുകൊണ്ട് അമ്മാവൻ എനിക്ക് ട്രോഫി എന്ന പോലെയാണ് എനിക്ക് കത്ത് തന്നത്. എനിക്കോ സന്തോഷമായി. അപ്പോൾ ഗൈസ്, അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം ഗൈസ്, കത്ത് വന്നത് എൻ്റെ പേരിലാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ കത്ത് നിങ്ങൾക്കുള്ളതാണ്. നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങളുടെ കത്തല്ലേ, നിങ്ങൾ തന്നെ വായിച്ചോ. മനസ്സിലായത്, ഈ കത്ത് അയക്കണേൻ്റെയും കത്ത് വായിക്കണേൻ്റെയും ഒക്കെ ഒരു സുഖം. ഞാനിനി എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിന്, എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിനും ഞാൻ കത്തയക്കും. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയക്കണേ, അതും ബെസ്റ്റ് ഫ്രണ്ട്സിന്. ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒക്കെ കത്തയക്കാം. ബൈ ബൈ.